അൻവർ നേരത്തെ തന്നെ യുഡിഎഫിന്റെ ഭാഗമാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററും യുഡിഎഫ് തയ്യാറാക്കിയ തിരക്കഥയിലൂടെയാണ് അൻവർ യാത്ര ചെയ്യുന്നതെന്ന് വ്യക്തമായതായി എ വിജയരാഘവനും പ്രതികരിച്ചു. അൻവറിന്റേത് രാഷ്ട്രീയ ആത്മഹത്യയെന്ന് എ കെ ബാലൻ പറഞ്ഞു. യുഡിഎഫിനെ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞതിൽ സന്തോഷമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. അൻവർ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് യുഡിഎഫ് ആണെന്നും പി കെ കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു. പിന്തിരിപ്പൻ നയം പിന്തുടരുന്ന അൻവർ നേരത്തെ തന്നെ യുഡിഎഫിന്റെ ഭാഗമാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഞാൻ നേരത്തെ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ സ്ഥാനം അവിടെയാണ്. പിന്തിരിപ്പൻ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുകയല്ലാണ്ട് വേറെ ഒരു വഴിയും ഇല്ല. പി വി അൻവറിന്റേത് രാഷ്ട്രീയ ആത്മഹത്യയെന്ന് എ കെ ബാലൻ പറഞ്ഞു. അൻവർ പോയതുകൊണ്ട് LDF ഒന്നും സംഭവിക്കില്ലെന്നും എ കെ ബാലൻ പറഞ്ഞു. അദ്ദേഹത്തിന് എന്താണ് പറ്റിയത് എന്നുള്ളത് അറിയില്ല. എന്തിനാണ് ഈ രാഷ്ട്രീയമായ ആത്മഹത്യയിലേക്ക് പോകുന്നത്? എന്ത് കാര്യം അതുകൊണ്ട്? പി വി അൻവർ കുത്തിത്തിരിപ്പിലൂടെയാണ് സ്ഥാനങ്ങൾ നേടുന്നതെന്ന് ടി കെ ഹംസ പറഞ്ഞു. രാജിവെച്ചതും വലിയ അധികാരമോഹത്തിലാണെന്നും ടി കെ ഹംസ കൂട്ടിച്ചേർത്തു. അൻവറിന്റെ രാജി CPIM-നോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയോ ബാധിക്കുന്ന ഒന്നല്ലെന്ന് LDF കൺവീനർ ടി പി രാമകൃഷ്ണൻ പറഞ്ഞു. അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ടു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ടതിനെ തുടർന്ന് CPM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അൻവറുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചു കഴിഞ്ഞിട്ടുണ്ട്. UDF തയ്യാറാക്കിയ തിരക്കഥയിലൂടെയാണ് അൻവർ യാത്ര ചെയ്യുന്നതെന്ന് വ്യക്തമായതായി എ വിജയരാഘവൻ പ്രതികരിച്ചു. ഒരു കാര്യം വ്യക്തമാണ്, UDF തയ്യാറാക്കിയ ഒരു തിരക്കഥയിലൂടെയാണ് ഇപ്പോൾ അൻവർ യാത്ര ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മൾ കാര്യങ്ങളിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ വ്യക്തമാണ്. UDF-നുള്ള പിന്തുണ നല്ല കാര്യമാണെന്നും പാർട്ടിയും മുന്നണിയും വിഷയം ചർച്ച ചെയ്യുമെന്നും വാതിൽ തുറന്നിട്ടുമില്ല അടച്ചിട്ടുമില്ല എന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. രാജിവെച്ചത് അദ്ദേഹത്തിന്റെ സ്വന്തമായ ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് രാജിവെച്ചത്. അദ്ദേഹം UDF-ന് നിരുപാധികമായ പിന്തുണ നൽകും എന്ന് പറഞ്ഞത് നല്ല കാര്യം. വാതിൽ അടച്ചിട്ടില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം വാതിൽ ഇപ്പൊ തുറന്നിട്ടില്ല എന്ന് പറഞ്ഞത്. കോൺഗ്രസിലേക്ക് വരാൻ അൻവർ താൽപര്യം പ്രകടിപ്പിച്ചാൽ മാത്രം മറ്റു കാര്യങ്ങൾ സംസാരിക്കാമെന്ന് UDF കൺവീനർ MM ഹസൻ പറഞ്ഞു. UDF-നെ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞതിൽ സന്തോഷമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ഏതായാലും UDF-നെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. UDF ഈ കാര്യം ആലോചിച്ചിട്ടില്ല. പി വി അൻവറിന്റെ വിഷയങ്ങൾ UDF-ൽ ഒരു ഘട്ടത്തിലും ഒരു ചർച്ചയ്ക്ക് വേണ്ടി വന്നിട്ടില്ല. അൻവർ പറഞ്ഞ കാര്യങ്ങൾ രാഷ്ട്രീയമായി വിലയിരുത്തി തീരുമാനമെടുക്കേണ്ടത് UDF ആണെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. UDF-ന് പിന്തുണയാണ് എന്നുള്ള തലത്തിൽ പറഞ്ഞു. ഇനി ആ കാര്യങ്ങൾ മുഴുവൻ രാഷ്ട്രീയമായി വിലയിരുത്തി ഔദ്യോഗികമായി ഒരു തീരുമാനം എടുക്കേണ്ടത് UDF ആണ്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.